SNDPക്ക് മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അപേക്ഷ നൽകിയിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അത് കൊടുക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങൾ പറഞ്ഞു. കേരള യാത്രയുടെ ഭാഗമായി മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇല്ലെന്ന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു തങ്ങൾ. മലപ്പുറത്ത് ഒരു എയ്ഡഡ് സ്കൂൾ പോലും ഇല്ലാത്തവരാണ് AP വിഭാഗമെന്നും സർക്കാർ ഇക്കാര്യത്തിൽ ഒരു ധവളപത്രം ഇറക്കാൻ തയ്യാറായാൽ ആർക്കൊക്കെ എന്തൊക്കെ കിട്ടിയെന്ന് വ്യക്തമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മലപ്പുറം ജില്ലാ വിഭജനം എന്നത് റവന്യൂ സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നും മതപരമായ കണ്ണുകൾ കൊണ്ട് കാണാതെ മലപ്പുറം ജില്ലയെ വിഭജിക്കണമെന്നും ഇതിന് അനിവാര്യമായ ഒരു പൊതുചർച്ച കേരളത്തിൽ ഉയർന്നു വരേണ്ടതുണ്ടെന്നും പ്രത്യേകിച്ച് മലപ്പുറത്തെക്കുറിച്ചുള്ള മതപരമായ മുൻവിധികൾ തിരുത്തപ്പെടേണ്ടത് അത്യാവശ്യമാണെന്നും തങ്ങൾ പറഞ്ഞു. അടിസ്ഥാന സൗകര്യങ്ങളോ മതിയായ ജീവനക്കാരോ ഇല്ലാത്ത മഞ്ചേരി മെഡിക്കൽ കോളേജിനെ പൂർണ്ണ സജ്ജമാക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. പോരോട് അബ്ദുറഹ്മാൻ സഖാഫി, വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി എന്നിവരും പങ്കെടുത്തു. ഞങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികളെ കുറ്റപ്പെടുത്താനോ മറ്റോ തയ്യാറല്ല. സത്യത്തിൽ അന്ന് പത്തനംതിട്ട മെഡിക്കൽ കോളേജിൽ അനുവദിച്ചു 500 ഏക്കർ ഭൂമി അതിനെ അക്വയർ ചെയ്തു. അതേ സ്ഥാനത്ത് മലപ്പുറം ജില്ലാ മെഡിക്കൽ കോളേജ് ആ ബോർഡ് എടുത്ത് മാറ്റി വെച്ച് എന്നല്ലാതെ ഒരു പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കിയ ജനകീയ ഫണ്ട് കൊണ്ടാണ്. ഇപ്പോഴും അവിടെ അനുഭവിക്കുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും, പ്രത്യേകിച്ച് ICUലൊക്കെ പുറം രാജ്യങ്ങളൊക്കെ ചെല്ലുമ്പോൾ ഓരോ രോഗി ICUയിൽ 10-50 രോഗികൾ, തൊട്ടപ്പുറത്ത് കിടക്കുന്ന രോഗി മരിക്കുന്നത്, ഇപ്പുറത്തെ രോഗി മരിക്കുന്നത്, അപ്പോഴൊക്കെ വളരെ സീരിയസ് അല്ലാത്തൊരു സീരിയസ് ആകുക, മരണത്തിന് വിധേയരാകുക, ഇങ്ങനെയൊക്കെ തുടങ്ങി കുറേ വേദനാജനകമായ രംഗങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം ആരോഗ്യ മേഖലയിൽ വരേണ്ടതുണ്ട് എന്നാണ് ഞങ്ങളുടെ ആവശ്യം. It's